ജുമുഅ ഖുതുബക്ക് ഉപയോഗിക്കുവാൻ ഒരു വകുപ്പും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ഏത് കിതാബ് ഏത് രൂപത്തിൽ എങ്ങനെ അർത്ഥം വച്ചാലും ശരി, ഒരു ചെറിയ ഒരു പിടിവള്ളി പോലും ഈ യന്ത്രം ജുമുഅ ഖുതുബയിൽ ഉപയോഗിക്കുന്നതിന് കിട്ടുകയില്ല എന്നുള്ളത് അഭിവന്ദരായ നാദാപുരത്തെ ശംസുൽ ഉലമ കീഴനൂർ പച്ചക്കു പറഞ്ഞതാണ്. ഓരത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി ഒരാളും അത് ആലോചിക്കാൻ നിൽക്കേണ്ടതില്ല. അത് നമ്മുടെ നിലപാട് വ്യക്തവുമാണ്. ഈ യന്ത്രത്തിലൂടെ കേൾക്കുന്ന ശബ്ദമാണ് 40 ആളുകൾ അഥവാ 39 ആളുകൾ കേൾക്കുന്നത് എങ്കിൽ ആ ജുമുഅ ഖുതുബ സ്വഹീഹ് അല്ല. അത് തീർത്തും ഫാസിദായിട്ടുള്ള ഒരു ഇബാദത്താകുന്നു, ഒരു ജുമുഅയാകുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു നിലപാടും ഒരു എതിരഭിപ്രായം പോലും അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അഭിപ്രായം പോലും നമ്മുടെ മദ്ഹബിൽ ഈ വിഷയത്തിലില്ല. താഴെ വെച്ച് മുകളിലേക്ക് കേട്ടാലോ അല്ലെങ്കിൽ അങ്ങനെയോ ഇങ്ങനെയോ ഇതിലൊന്നും നമുക്കൊരു വ്യക്തത കുറവുമില്ല. കൃത്യമായി തന്നെ നമ്മുടെ ഇമാമുകൾ അഥവാ നമ്മുടെ മശായിഖുമാർ ഉസ്താദുമാർ അത് അക്ഷരം പ്രതി വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിലൂടെ കേൾക്കുന്ന ശബ്ദമാണ് 39 ആളുകൾ കേൾക്കുന്നത് എങ്കിൽ ആ ജുമുഅ സ്വഹീഹല്ല. അല്ലാത്ത രൂപത്തിൽ ഖതീബിന്റെ വായിൽ നിന്ന് നേരിട്ട് കേൾക്കുന്ന രൂപത്തിൽ 39 ആളുകൾ കേൾക്കുന്നുണ്ടോ എങ്കിൽ അത് സ്വഹീഹുമാണ്. പിന്നെ അതിനപ്പുറമൊന്നുമില്ല. ഇത്ര കൃത്യമായി അതിനെ പ്രാമാണികമായി ഇമാം ശാഫിഈ തങ്ങളുടെയും അസ്ഹാബിന്റെയും ഇബാറത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇമാമുകൾ അത് വ്യക്തമാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ആരെല്ലാമാണത് പറഞ്ഞിട്ടുള്ളത്? പിൽക്കാലത്താണ് ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങളും ഇതിന്റെ പ്രവർത്തനങ്ങളുമെല്ലാം നമുക്ക് മനസ്സിലാക്കി തന്ന് നമ്മുടെ ഉസ്താദന്മാരെ പഠിപ്പിച്ചു തന്നത് എങ്കിലും ഇതെല്ലാം ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി അഭിവന്ദനായ ശംസുൽ ഉലമാഇ വദ്ദീൻ ഖുതുബി തങ്ങൾ നവ്വറല്ലാഹു മർദദ അക്ഷരം തെറ്റാതെ കേരളീയ പണ്ഡിതരുടെ അൽ ആലിം അൽ ഉസ്താദ് എന്ന് വിളിക്കാൻ പറ്റുന്ന അഭിവന്ദനായ ഖുതുബി തങ്ങൾ അവിടുത്തെ തൗഫീഖ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയല്ല എന്ന്. അതിനെ പ്രാമാണികമായി സമർത്ഥിച്ചിട്ടുണ്ട് അഭിവന്ദനായ താജുൽ ഉലമാ ശൈഖുന മണ്ടൂരിലെ ശൈഖുന അവർ. അതിനെ തദ്ഖീഖ് നടത്തി അതിനെതിരെ ഏതെല്ലാം ബിൽഖുവയും ബിൽഫീലും ജമലും ഫതാവൽ കുബ്രയും എന്തെല്ലാം പിടിവള്ളികൾ എതിരാളികൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനെ മുഴുവനും തച്ചുളച്ച് സമർത്ഥിച്ച് അതിനെ തദ്ഖീഖാക്കിയിട്ടുണ്ട് ഹുജ്ജത്തുൽ ഉലമാ മൗലാന അവർ. ഇമാം ശാഫിഈയും ഇമാം നവവിയും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനപ്പുറം പറയുവാൻ ശാഫിഈ മദ്ഹബിൽ മെനക്കെട്ടിട്ട് കാര്യമില്ല എന്നതുപോലെ അഭിവന്ദനായ ഖുതുബി തങ്ങളും വണ്ടൂരിലെ ശൈഖുനായും ബഹുമാനപ്പെട്ട മൗലാനയും അതിന്റെ തൗഫീഖും